എന്തൊക്കെ എന്തൊക്കെ റാത്തന്നെ എന്തൊക്കെ നിങ്ങളെ വിഷയാണല്ലോ ഇപ്പൊ ഗ്രൂപ്പിൽ ചർച്ച. അത് ശരി. എന്താ സംഭവിച്ചപ്പോ? അത് ശരിക്ക് തുടക്കം മുതലേ പറയണേ, ഇപ്പൊ തിരക്കില്ല. ഇല്ല പറഞ്ഞോളെ. ഞാന് നമ്മളെ പൊതുപരീക്ഷ നടന്നിരുന്നല്ലോ. നമ്മളെ സംസ്ഥാന 24, 25, പിന്നെ 26 റിപ്പബ്ലിക്കാണ്, പിന്നെ 27 വാല്യുവേഷനും. അപ്പൊ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരുന്നത് നമ്മളെ ഹാദിയ CSCയിലായിരുന്നു. അപ്പൊ വർക്ക് ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ആശയം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള പിന്നെ പൈതൃകവും തിരുത്തും മറ്റേ സാധനങ്ങളൊക്കെ നമുക്ക് എതിർപ്പുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പൊതുപരീക്ഷക്ക് പോയി. അത് 24-ാം തീയതി രാത്രി നമ്മള് KK ഹസ്രത്ത്, അതുപോലെ തന്നെ നമ്മളെ താനൂര്, ഇവിടൊക്കെ ഒന്ന് പോകാന്നുള്ള രീതിയിൽ നമ്മൾ ആഷിഫ് സനായിന്റെ കൂടെയാണ് ഇറങ്ങേണ്ടത് അന്ന് രാത്രി. അപ്പൊ അങ്ങനെ ഏതായാലും അപ്പൊ അതിന്റെ മുമ്പ് അഥവാ ഇനി പൊതുപരീക്ഷക്ക് വേറെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ സിയാറത്ത് എന്നുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എന്തായാലും അന്നേതായാലും പൊതുപരീക്ഷ ഡ്യൂട്ടി കഴിഞ്ഞ് ശനിയാഴ്ച ഒരു 3 ടൈമിൽ എക്സാം ഉണ്ടല്ലോ. വൈകുന്നേരം കഴിഞ്ഞ് റിഫ്രഷ് സിയാറത്തൊക്കെ ഒന്ന് ചെയ്യാം. ഏതായാലും 100-ാം വാർഷികമല്ല. അപ്പൊ നമ്മളെ പ്രസിഡന്റിന്റെ അടുത്തുള്ള ഒരു സിയാറത്ത് എന്നുള്ള രീതിയിലാണ് ഇറങ്ങേണ്ടത്. അപ്പൊ ഇറങ്ങി താനൂര് പിന്നെ എത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്ത്, താനൂര് പിന്നെ ആഷിഫ് സനായിനെ കണ്ട സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചൊടി കയറിയിട്ടുണ്ടാവും. അപ്പൊ 1-2 ഉദവികളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയായാലും ആഷിഫ് സനായി FB-യിൽ പോസ്റ്റ് ചെയ്താണ്. പിന്നെന്തേ നമ്മളെ താനൂര് പിന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ലൈബ്രറി കുത്തുബ്ഖാന സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് അവിടെയുള്ള ഏതൊരു ഉദവിക്ക്, സലാമുദവിക്കോ ആർക്കും അയച്ചിട്ട് പിന്നെ ആരാണ് ഇവനെ അങ്ങോട്ട് കയറ്റിയത്, പിന്നെ ആരെ കൂടെയാണ് വന്നിരുന്നത് എന്നുള്ള അന്വേഷണം അങ്ങനെ ലിങ്ക് ആയതാ തോന്നുന്നുണ്ട്. ഏതായാലും ചൊവ്വ വാല്യുവേഷനും കഴിഞ്ഞ് ബുധനാഴ്ച ഞാന് അവിടെ CSCയിൽ എത്തിയ സമയത്ത് എന്നോട് ചോദിച്ച് കാര്യങ്ങള്. പിന്നെ എന്തൊക്കെയാണ് അവിടെ സാധാരണ നടക്കുന്ന പിന്നെ റിസൾട്ട്, അതേപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഡാറ്റ ഒക്കെ ഞാനാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഇടക്കിടക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ. അപ്പൊ ഒരു ഡാറ്റന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഒരു 9 മണിക്ക് വിളിച്ചു. 9 സംതിങ്ങിനാണ് അവിടെ ഡ്യൂട്ടി ടൈം തുടങ്ങല്. അപ്പൊ വിളിച്ചിട്ട് പിന്നെ എന്നോട് എന്തൊക്കെയാണ് കാര്യങ്ങള്, പിന്നെ അപ്പൊ ഞാന് അഥവാ ഇനി പൊതുപരീക്ഷ ഇല്ലാന്നുണ്ടെങ്കിൽ സിയാറത്ത് എന്നുള്ള വിചാരിച്ചിരുന്നല്ലോ. അപ്പൊ സിയാറത്തിന് പോയിന്നോ മറ്റേ രീതിയിൽ 4-5 ആളുകൾ കൂടിയാ ചോദിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ഇവരിങ്ങനെ എത്തി ആരെ കൂടെയാണ് പോയിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പിന്നെ ഇവരെ മുമ്പ് പരിചയമുണ്ടോ, അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് എന്ത് ചെയ്തു, പിന്നെ വിഷയങ്ങള് എന്താണ് ഈ സമയത്തുള്ള നിലപാട് എന്താണ്, എനിക്ക് മൊത്തത്തിൽ ഷജറ നിലപാട് തന്നെയാണോ എനിക്കുള്ളത്, ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മൊബൈൽ ഫോണ് ഓലെ കയ്യിൽ കിട്ടി. മൊബൈൽ എങ്ങനെ കിട്ടിയത്? മൊബൈൽ കിട്ടിയാൽ ഇവർ 5 ആളുണ്ട്. ഞാനൊരാളും 5 ആളും ഒരു റൂമിൽ അടച്ചിട്ട റൂമിലാണെങ്കിൽ പിന്നെ ഞാൻ എന്താ പോയ അവസ്ഥ? മൊബൈൽ നിങ്ങൾക്കൊന്ന് വാങ്ങിയോല്? അതെ. ശരിക്കും അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ ഒരാളെ മൊബൈല്. പ്രൈവസിയിലേക്കുള്ള കടന്നു കയറ്റാണ്. മാത്രല്ല ഫോണ് മൊത്തം ചെക്ക് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ പോലീസുകാർക്ക് പോലും പെർമിഷൻ ഇല്ലാത്ത സംഗതിയാ. അതിന് കോടതിന്റെ നിർദ്ദേശം വേണം. അപ്പൊ ഇവരെന്ത് ചെയ്തു, പിന്നെ ഫോണ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാല് ഫസ്റ്റ് ആഷിഫ് സനായിന്റെ ഇത് നോക്കിയിട്ട് കാര്യങ്ങള് ഓരോന്ന് എന്താണ് പിന്നെ ആഷിഫ് സനായി അയച്ച മെസ്സേജിൽ എന്തെങ്കിലും പിന്നെ ഞമ്മക്ക് പിന്നെ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഷജറ കണ്ടന്റുകൾ മെസ്സേജുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ. അപ്പൊ ഞാന് പിന്നെ ആ രീതിയിൽ ഫോണ് ഓരോന്നിങ്ങനെ നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ വിഷയത്തിലുള്ള ഞമ്മക്ക് പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ ഉള്ള പിന്നെ FB-യിലുള്ള കണ്ടന്റുകൾ, അതുപോലെ തന്നെ പൈതൃക വിഷയത്തിൽ നമ്മളെ ഇതിലൊക്കെ വന്ന ആഷിഫ് സനായിന്റെ സാധനങ്ങൾ അത് ആ രീതിയിലൊക്കെ അങ്ങോട്ട് അയച്ചോണ്ട് പിന്നെ അതേപോലെ തന്നെ ഓല് കണ്ട കൂട്ടത്തില് നമ്മളെ തഹയ്യക്ക് വേണ്ടി ഉദവികൾ കുറച്ചാളുകൾ പൈസ, കുറച്ച് വലിയ സംഖ്യ ഒന്നുമല്ല, ചെറിയൊരു സംഖ്യ കൊടുത്തിരുന്നല്ലോ. അപ്പൊ അത് ഇവരെ ചൊടിപ്പിച്ചു. അതേപോലെ തന്നെ സമാന മനസ്കരായ ഉദവികളുടെ ഗ്രൂപ്പ് ഇവരെ ചൊടിപ്പിച്ചു. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഇതാക്കി. ഏതായാലും ഒരു 9 മണി മുതൽ ഒരു 3:30-4 മണി വരെ ചോദ്യം ചെയ്യൽ തന്നെ ആയിരുന്നു. അപ്പൊ ഫോണ് കയ്യിലുണ്ട്. ഫോണ് പിന്നെ എന്റെ കയ്യിൽ ഫോണില്ല, ഒക്കെ ഫുള്ള് പോലെ കയ്യിലാണ്. അപ്പൊ ഉമ്മ അങ്ങനെ ഇടക്കിടക്ക് വിളിക്കണ്ട്. ഉമ്മക്ക് കണക്ട് ചെയ്യാൻ കഴിയണില്ല. ഉമ്മ ഇടക്കിടക്ക് വിളിക്കണായതുകൊണ്ട് ഉമ്മ അതായതാണ്. ഏതായാലും ഒരു വൈകുന്നേരത്തോടു കൂടെ
പിന്നെ ദാറുദ്ദീൽ പോയി. ദാറുദ്ദീല് പിന്നെ ബഹാദി ഉസ്താദിനെയും ഷാഫിയാജിനെയൊക്കെ കണ്ടു. അപ്പൊ വരും ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ വിഷയങ്ങൾ ചോദിച്ചതിന് ശേഷം സനത് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ്. അപ്പോ സനത് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തില് എന്താ ഇത് വിഷയങ്ങള് പിന്നെ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ച്. രാത്രി ആയിരുന്നു, ഒരു 6:30 സമയമൊക്കെ ആയിരുന്നു, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ് സന്നദ്ധ ഇപ്പൊ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല, കാരണം ഞാൻ അങ്ങോട്ട് തിരിച്ചെത്തണ്ടേ. അപ്പൊ എന്നാലും ഉപ്പാനോട് പിന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ എന്താവൂല, അവിടെ എത്തൂല, അങ്ങോട്ട് തിരിച്ചു പോലും നടക്കൂല. അപ്പൊ കഴിയൂലെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ ഇവിടെ ഉള്ള ഒരു ഉദവിനെ കണക്ട് ചെയ്തു, ബദറുദ്ദുജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദവിനെ കണക്ട് ചെയ്തിട്ട് ഹാരിസ് ഉദവി എന്നെ കൊണ്ട് വിളിപ്പിച്ച്. പിന്നെ പ്രസ് സെക്രട്ടറി ഹാരിസ് ഉദവി മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ പിന്നെ വീട്ടിലേക്കുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് പിന്നെ ബദറുദ്ദുജനെ കണക്ട് ചെയ്തിട്ട് ബദറുദ്ദീനോട് ഇവിടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയണം. അപ്പോഴൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇന്ന ദാറുദ്ദീ കൊണ്ടുപോയി. അപ്പൊ ഉമ്മാക്കൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു, ദാറുദ്ദീക്ക് പോവാണെങ്കിൽ എന്റെ ഫോണിക്ക് വിളിക്കണ്ട എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിട്ട് പറഞ്ഞ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ ഒരു കുറച്ച് ചോദ്യം ചെയ്യലും മറ്റൊക്കെ കഴിഞ്ഞൊരു 9-9:30 ശേഷം ഇങ്ങോട്ട് വന്നു. അപ്പോഴും ഉമ്മാക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, എന്താ സംഭവം എന്താ നടക്കണമെന്ന് ഐഡിയ കിട്ടിയില്ല. പിറ്റേ ദിവസം ഇതേപോലെ ഇത് കഴിഞ്ഞിട്ട് മദ്രസ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് ഓഫീസിൽ വരാൻ പറഞ്ഞു. അപ്പോഴും ഇവര് ഉമ്മ വിളിക്കണേന്നൊക്കെ പറയണു, ഇവിടെ അല്ല, ഓഫീസിൽ എത്തിയിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ്. പിന്നെ ഫോണ് അപ്പോഴൊന്നും കിട്ടിയില്ല. ഫോണ് പിന്നെ കിട്ടണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച വരാൻ വേണ്ടിട്ട് പറഞ്ഞു ഇങ്ങോട്ട്. ശനി ഞായറൊക്കെ ഞങ്ങൾക്ക് നമ്മളെ താവനുമായി ബന്ധപ്പെട്ട വഫ്ദ് മഹല്ല് വിസിറ്റ് ഉണ്ട്, അതുകൊണ്ട് ശനി ഞായറൊന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. തിങ്കളാഴ്ച വന്നു. തിങ്കളാഴ്ച ഞാൻ ഇവിടേക്ക് പോയിരുന്നു, കാസർഗോഡ് പോയിരുന്നു. പിന്നെ 31-ാം തീയതി മുതൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച അതിന് വേണ്ടിട്ട് മാത്രം വന്നതാണ്. അപ്പൊ തിങ്കളാഴ്ച വന്നതിന് ശേഷം ഒരു പറഞ്ഞ് എന്റെ ഫോണ് CSCയിലും ചാവിന്റെ വീട്ടിലും ഞാൻ ബുക്ക് പ്ലസിൽ മീറ്റിങ്ങിലും ഉള്ളത്, ഒപ്പം ഇനി കഴിയൂല, ഇപ്പൊ അതിനായിട്ട് അങ്ങോട്ട് വരലൊന്നും കഴിയൂല. ഞാൻ പറഞ്ഞു ഞാൻ അതിനായിട്ട് വന്നതായിരുന്നു, ഫോണ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്, അതില് പിന്നെ കഴിയൂലെന്ന് പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവര് എന്ത് ചെയ്താണ് പിന്നെ എന്റെ ഫോണ് പിടിച്ച് ചിലത്തെ കുറെ സാധനങ്ങൾ കളഞ്ഞാണ്. അതേപോലെ തന്നെ ഞാൻ സനത് വാങ്ങിയ സമയത്തുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്താണ്. അങ്ങനെ കുറെ സാധനങ്ങൾ ഡിലീറ്റ് അടിച്ചാണ്. കുറെ സാധനങ്ങൾ മിസ്സായാണ്. അപ്പൊ ഞാൻ ഏതായാലും പിന്നെ അവിടുത്തെയും കുറെ കാര്യങ്ങൾ, അതായത് സ്റ്റുഡൻസിന്റെ ഡാറ്റ, സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഒക്കെ ഉള്ള ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു മൊത്തത്തില് ഡിലീറ്റ് ചെയ്യണ ദേശത്തില് ആരാ ഡിലീറ്റ് അടിച്ചറിയില്ല, ഒരു പോയത്തരം എന്നുള്ള ആൾക്ക് എന്ത് ചെയ്താണ് ഫുള്ള് റിസൾട്ടും ഡിലീറ്റ് അടിച്ചണേ. അതായത് ഇത് വിഷയം തിരിച്ചിട്ട് റിസൾട്ട് സ്റ്റുഡൻസിന്റെ ഒക്കെ പോവല്ലേ. അപ്പൊ ഇങ്ങോട്ട് ചെന്നപ്പോ ഇവിടെ റിസൾട്ട് എന്തൊക്കെയുള്ള അവനാ എന്റെ സാധനം തന്നെ കുറെ പോയിണ്, എവിടേക്കുള്ളത് എനിക്കറിയില്ല. റിസൾട്ട് ഡിലീറ്റ് അടിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, എന്താ പിന്നെ ചെയ്യാ. അതിലേതായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന്. ഒരു 3 മണിക്കായ സമയത്താണ് ഞാൻ, അതായത് ചെമ്മാടുന്ന് കാളികാവ് എത്തണം, ചെമ്മാടല്ല പാണക്കാട് നിന്ന് കാളികാവ് എത്തിയൊരു 3 സമയത്ത് എത്തിയപ്പോഴുണ്ട് എനിക്ക് വിളിക്കണം മൂപ്പര്. ഞാൻ ഇവിടെ എത്തിയണല്ലോ, ഇജ അവിടെ ഉള്ളത്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഗസ്റ്റ് ലോഞ്ചിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്നോട് പറയാനുണ്ട്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് ഫോണ് തരാറുണ്ട്. ഇവിടെ അപ്പൊ എത്തി ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എങ്ങനെ എത്തൂല. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഇജ് ധൈര്യമായിട്ട് പറഞ്ഞോളാ, ഇജ് എനിക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. അതിനാണ് വിളിച്ചിട്ട് ഇപ്പൊ എത്താൻ കഴിയൂല. അപ്പൊ ഓല് പിന്നെയും ചൂടായി, എന്താ ഇജ് കളിയാക്കാണ്, ഞങ്ങള് കളിയാക്കാണ്, ഇജ് എന്റെ ഗ്യാങ് മൊത്തം എങ്ങനെയാണ് മറ്റേതാണ് ആ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അതിലേതായാലും അപ്പൊ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെയും ഉപ്പര് വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു 5:05 പോകും, ഇജ് അവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ പോന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ വന്ന കഴിയില്ലല്ലോ. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ ഏതായാലും ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടി വരുന്നുണ്ട്, ഞാന് പിന്നെ ഫോൺ വാങ്ങാനാണല്ലോ, അപ്പൊ എനിക്ക് കഴിഞ്ഞിട്ട് ഏതായാലും പോകുവാണ്, കാസർഗോഡ് തന്നെ പോകുവാണോ. അപ്പൊ ഞാന് ഏതായാലും ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്, വീട്ടിലേക്ക് വന്നാൽ മതിയോന്ന് ചോദിച്ചു. അതിന് മുമ്പ് ടൂണ് മാറ്റി, വീട്ടിലേക്കൊന്നും വരണ്ട, നിങ്ങൾ മൊറയൂർക്ക് വന്നാൽ മതി പറഞ്ഞു. ഇവരെ വീട് വാലഞ്ചേരിയാണ്, മൊറയൂര് ഇങ്ങനെ ഇത് വന്നാൽ മതി, അവിടുന്ന് തരാന്ന് പറഞ്ഞു. അതിന് ഫോണ് തന്നപ്പോ പിന്നെ ഫോണിന്റെ പവർ ബട്ടൺ പോയിണ്. പിന്നെ ഏതായാലും കാര്യങ്ങൾ അവിടുന്ന് കുറെ വിഷയങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എന്നെ ടെർമിനേറ്റ് ചെയ്യാണോ അതോ പോവുകയാണോ മറ്റേതാണോ, അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ മാസം തരാനുള്ള സാലറി തരണോ തരണ്ടെന്നുള്ളിലൊന്നും പിന്നെ ചർച്ച ചെയ്യണേ ഉള്ളൂ, വിഷയങ്ങൾ ഇതാണ്ട്. ഏതായാലും ഈ വിഷയങ്ങളൊന്നും പുറത്ത് ഒരിക്കലും പറയരുത്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓല പിടിച്ചു വെച്ച ബുധനാഴ്ച തന്നെ എന്ത് ചെയ്തിരുന്നു, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഒപ്പിടിച്ചിരുന്നു. അതായത് ഈ ചെയ്തത് ഈ വിഷയങ്ങളിൽ, കാരണം ഇവിടുത്തെ പല സംഗതികളും
പിന്നെ ഈ പുറത്ത് അറിയിച്ചാണ്, വിഷയങ്ങൾ അറിയിച്ചാണ്. മുമ്പ് MLF-ന്റെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് പിന്നെ ഇതാണ് വീഡിയോ ചോർത്തിക്കണെന്ന് തോന്നുന്നുണ്ട്, ഇത് തന്നെയാണ് ചെയ്തത്. മുമ്പ് ഇവിടെ ഒരു എന്താ പറയാ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ പുറത്താക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നല്ലോ, ആ വിഷയം പിന്നെ ഇജാണ് അറിയിച്ചത്, എല്ലാരും അറിഞ്ഞാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇജാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കണ്. മുമ്പ് ഒരു പെണ്ണ് കേസിന്റെ പേരിൽ ഒരാൾ അവിടുന്ന് പുറത്താക്കിയാണ്. അതും പുറത്ത് വിട്ടത് ഇയാളാണെന്ന് ആരോപിക്കണം. എല്ലാരും അത് അറിഞ്ഞിക്കണം. നമ്മൾ ആദ്യമായിട്ട് അറിയാം കേട്ടോ. അത് നിങ്ങൾ തന്നെ അറിയിച്ചെന്ന് നന്നായി. പിന്നെ അതേപോലെ പിന്നെ അവിടെ ചില പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പറ്റ ലോല പരിപാടികൾ ഉണ്ടായാലുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവൂലേ ഒരു അപ്പൊ ആ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഇങ്ങനെ പറ്റ സംസ്ഥാന തൊട്ട് കളിക്കുകയാണെങ്കിൽ പുറത്തു വിടാന്നുള്ള രീതിയിൽ വിട്ടതൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് കയ്യിൽ വെച്ചത്. അതേപോലെ തന്നെ നമ്മളെ താവിന്റെ സംഭവം ഉണ്ടല്ലോ, താവിനല്ല തഹിയക്ക് വേണ്ടിയിട്ട് നമ്മള് ഇപ്പോ ഇതിന്റെ നമ്പർക്ക്, അതായത് ഉദവികളൊക്കെ കോണ്ടാക്ട് മെസ്സേജ് അയച്ചത്. അതേപോലെ പിന്നെ ഒരു പറയണത് ഈ പൈതൃകത്തിനെതിരെ, അതേപോലെ തന്നെ പിന്നെ നമ്മള് ഇതിന്റെ ആളുകളല്ലേ പാണക്കാട്, അതിനെതിരെ മെസ്സേജ് അയച്ചത്, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പിന്നെ ശരിക്കും ഇനി ഇത് പുറത്തു വരിക മറ്റു വിഷയങ്ങളൊക്കെ വന്നാൽ 7 വർഷം തടവുണ്ടാവും. 7 വർഷം എന്തായാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല. 7 വർഷം തടവാണ് എന്റെ ശിക്ഷ. ആ രീതിയിലൊക്കെ സംസാരിച്ച് ആർക്കാ തടവ് ഇതിലൊന്നും മനസ്സിലാവേണ്ടത്. ഇപ്പൊ നിങ്ങള് കേസ് കൊടുത്താല് ആരാ 7 വർഷം 10 വർഷം കിടക്കാന്ന് ഞമ്മക്ക് മനസ്സിലാവേണ്ടത്. പിന്നെ അങ്ങനെ ആ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് ഓല് ഇത് ഗ്രൂപ്പിൽ പൊട്ടിച്ചു ഉദയപ്രദേശ് ഗ്രൂപ്പില്. പക്ഷെ എനിക്കിത് നോക്കാൻ സമയം കിട്ടുന്ന പിന്നെ സമ്മേളന തിരക്കല്ലേ. അപ്പൊ സമ്മേളനത്തിന്റെ ഒരു 1-2 ദിവസം ക്യാമ്പ് തുടങ്ങി അന്ന് രാത്രി ക്യാമ്പിന്, അതായത് ദായി ക്യാമ്പ് ഫസ്റ്റ് 4-ാം തീയതി രാത്രി ഉണ്ട്. കുറെ ആളുകൾ ഉദവികൾ സേവ് ചെയ്തതും സേവ് ചെയ്യാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കണേ. പിന്നെ ഇങ്ങനെ ഉദവികളിൽ നിന്ന് പിന്നെ ആദ്യയിലുണ്ടായിരുന്ന ഒരു ഷജറയെ പൊക്കി ബാക്കി ഉദവികളുടെ ലിസ്റ്റ് പുറത്തു വിടും. പിന്നെ അതേപോലെ ഇന്ന വഞ്ചക, ചതിയൻ, അതേപോലെ നമ്മളെ സമാനമസ്കരായ ഉദവികളായ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ ആളുകൾക്കൊക്കെ മെസ്സേജ് ഇവര് കൊടുക്കണ്ട്, ഇങ്ങനെ ചെയ്തതാണ് മറ്റേ ചെയ്തതാണ്. കുറെ കോളേജിൽ മറ്റേ എനിക്ക് മെസ്സേജ് റീപ്ലൈ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റീപ്ലൈ അല്ലെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഫ്രീ അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മറുപടി ഒന്നും അവിടെ കിട്ടിയില്ല. ഇങ്ങനൊക്കെ ആയിട്ട് ഇവര് പിന്നെ എല്ലാരും കൂട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം എന്നൊക്കെ പുറത്ത് വലിയ വീമ്പ് പറയുന്ന ആളുകളാണല്ലോ. ഉള്ളില് ഇവര് ചെയ്യണ പണികളാണ് ഇതൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്താ വെച്ചാല് ഞമ്മക്ക് ഉണ്ടാകുന്നൊരു പിന്നെ അമർഷവും വിഷമൊക്കെ എന്താ വെച്ചാല് ഇതിന്റെ തുടക്കം മുതലേ നമ്മളെ ഈ ഫൗണ്ടേഷന്റെ ഒരു രൂപീകരണം എന്ന് പറഞ്ഞാല് കുറെ ചർച്ചകൾ അവിടെ കൂടിയതാണ്. അത് ചിലപ്പോ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങള്. അതായത് മുമ്പ് പിന്നെ ഓരോ ഘട്ടങ്ങളായിട്ട്, അതായത് പിന്നെ SMF-ന്റെ മഹല്ല്, അതായത് SMF-ന്റെ അടുത്താണല്ലോ ഇപ്പൊ ഇതിന്റെ മഹല്ലിന്റെ ഡാറ്റ ഉണ്ടാകുക. അതിൽപ്പെട്ട ഓൽക്ക് അനുകൂലമായ ആളുകളെ ഫിൽറ്റർ ചെയ്ത് മണ്ഡലം, ജില്ല, പിന്നെ വാർഡ് തലത്തിൽ ഫിൽറ്റർ ചെയ്ത് ഓലൊരു പൂക്കോയത്തങ്ങൾ പഠനവേദി എന്നുള്ള ഒരു സാധനം രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കുന്ന സാധനം വെച്ചിട്ട് ഓല് ഓർഡർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ പോയിട്ട് പിന്നൊരു പിടിച്ചാൽ കിട്ടില്ല എന്ന് കണ്ടപ്പോ പിന്നെ പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ എന്നുള്ള സാധനം രൂപീകരിച്ചു. പിന്നെയാണ് പിന്നെ ഇങ്ങനെ വൈഡായി പിന്നെ ഒരു സ്ട്രെങ്തായി സാധനങ്ങൾ തുടങ്ങണത്. അങ്ങനെയാണ് ഈ SMF-ന്റെ സാധനത്തൊക്കെ തന്നെ വരുന്നത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇത് പുറത്തു വിടരുത് മറ്റേ വിഷയങ്ങളൊക്കെയാണ്. പക്ഷെ ഞാനത് പിന്നെ ആ രീതിയിലൊന്നും സ്വാഭാവികമായിട്ടും കത്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെ ഇനിയും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അതന്നെ ഇത് വിട്ടു എന്ന് പറഞ്ഞതാണ്. എന്താ വെച്ചാൽ അവിടെ നടന്ന പിന്നെ മീറ്റപ്പിന്റെ, അതായത് തല മറക്കാത്ത സംഭവങ്ങൾ. പിന്നെ ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ പിന്നെ ചാർജ് എന്ന് ചിലപ്പോ നാട്ടിൽ നിന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഇവര് പറഞ്ഞു എവിടെ എത്തിയെന്ന് വെച്ചാല് താവിന്റെ ഫണ്ട് ഞാൻ തഹിയക്ക് മറിച്ചു. അവിടെ 2 വൈരുദ്ധ്യമുള്ള, ഒന്നെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരണം, പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റമദാനിൽ നടക്കണ താവിന്റെ അതേ സമയത്ത് തഹി നടക്കണം. രണ്ടും വേറെ സമയത്ത് നടന്നാണ്. അല്ല അത് പോട്ടെ, അതിന് പറയുന്ന പല രീതിയിലും പറയും, മറ്റേ പറയും. അപ്പൊ ഇന്നിപ്പോ എന്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു, അതായത് അവിടെ ഉപയോഗിച്ചിരുന്ന ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോൺ തന്ന സമയത്ത് സിമ്മയിലുണ്ടായിരുന്നു. അപ്പൊ സിം ഇപ്പൊ നോക്കുന്ന സമയത്ത് എന്റെ പേരിലാണ് ആ സിം ഉള്ളത്. അപ്പൊ ഞാൻ കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ളൊരു വേറെ ചർച്ച ഉണ്ട്. കാരണം ഒരു കുറെ കളിപ്പിച്ചതുകൊണ്ട് അതിനിപ്പോ അങ്ങോട്ട് പോയി കൊടുക്കലും മറ്റൊക്കെ അതിനുള്ളൊരു ഇതുണ്ട്. പിന്നെ അപ്പൊ നിങ്ങള് ചെയ്ത് തെറ്റതാണ്. ഇപ്പൊ സമസ്തന്റെ സമ്മേളനം സജീവമായി, അതുപോലെ ആപ്പ് ഡെവലപ്മെന്റിൽ നിങ്ങളുണ്ടല്ലോ. അതൊക്കെയാണ് ഒന്നുകൂടി ചൊടിപ്പിച്ച്. ഇപ്പൊ അത് വന്നപ്പോ പിന്നെയും മെസ്സേജുകൾ വരിക, എന്താ ചെയ്തേന്ന് മറ്റേ ചെയ്തേന്ന്. പിന്നെ അതേപോലെ ശതാബ്ദി യാത്രക്ക് പിന്നെ കണ്ടന്റുകൾ കൊടുത്തു, അതായത് വീഡിയോക്കും മറ്റൊക്കെ ഉള്ള
കണ്ടന്റുകളും സാധനങ്ങളും കൊടുത്തു. അപ്പൊ ആ രീതിയിൽ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കല്ലോ, നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യണല്ലേ. സ്വാഭാവികമായിട്ടും വ്യാപനം. അപ്പൊ പിന്നെ കൂട്ടത്തിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് അപ്പൊ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് പിന്നെ ഇതിന്റെ സാധനങ്ങൾ ഇതാക്കി, പിന്നെ ചോർത്തി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇതാണ്. അതായത് പിന്നെ ഈ കോണ്ടാക്ടുകൾക്കൊക്കെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഈ കോണ്ടാക്ടുകള്. അതാണ് ഈ തിരുത്ത് എന്നുള്ള പരിപാടി അവർക്ക് ഭയങ്കര തിരിച്ചടിയായിട്ടുണ്ട്. ഒരുപാട് ഉദവികൾ അവർക്ക് എതിരാണ് എന്നൊക്കെ കേട്ടിരുന്നു. അതെ. അപ്പൊ തിരുത്തിലും മറ്റതിലൊക്കെ ഉള്ള നിലപാട് എന്താ, ഇതെന്താ വിഷയങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് മൊത്തത്തിൽ ഇപ്പോഴുള്ള വിഷയങ്ങളിലുള്ള പിന്നെ അതായത് ഇപ്പോ ഇതുണ്ടല്ലോ, പൈതൃക സമ്മേളനം നടന്നു. പിന്നെ പാണക്കാട് തെങ്ങന്മാരൊക്കെ പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പുറത്ത് ഉമ്മർ ഫൈസ് ഒരു വിഷയം പറഞ്ഞു, ഇത് ഏത് ഭാഗത്താ നിക്കണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വാഫി വിഷയത്തിൽ സമസ്തന്റെ കൂടെയാണോ പാണക്കാട് തെങ്ങന്മാരെ കൂടെയാണോ, അങ്ങനത്തെ ആ ഒരു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ കുറച്ച്. പിന്നെ നിങ്ങൾ പൈതൃകത്തിന് പോയിട്ടുണ്ടാവൂല. ഞാൻ പോയില്ല, ഞാൻ അതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഇവിടെ പാസ് ചെയ്ത സമയത്ത് ഓർമ്മിച്ചു പോന്നാണ്. പിന്നെ സമസ്തന്റെ സമ്മേളനത്തിന് പോയും ചെയ്ത്. അതൊക്കെ തന്നെ. ശതാബ്ദി യാത്രക്ക് ഞാൻ അതായത് ഞാൻ പരിപാടിയിൽ ഫുൾ പങ്കെടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് തന്നെ ചെയ്യാ. കാരണം ചില സാധനങ്ങൾ ഇപ്പൊ സിസ്റ്റത്തിൽ തന്നെ അയച്ചു കൊടുക്കേണ്ട സാധനം ഉണ്ടാവും. കാരണം ഫോണിൽ നിന്ന് ക്ലാരിറ്റി കുറയുന്നു വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ്, പിന്നെ ചില വിഷയങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യാ. ഞാൻ മലപ്പുറത്തെ ഒരു പരിപാടിക്ക് മാത്രം ഒരു ഹാഫ് ഡേ എടുത്താണ്. ഇതെന്താ ഹാഫ് ഡേ എടുത്തേ. അപ്പൊ പിന്നെ എനിക്ക് ഇതിനൊക്കെ പ്രവർത്തിച്ചതിന്റെ ഒരു ബാഗ് കിട്ടിയണേ. അപ്പൊ ബാഗ് കിട്ടിയോണ്ട് എനിക്ക് ഒരു പിന്നെ ഇതായിട്ട് തന്ന സാധനങ്ങൾ കുറെ ഉണ്ടല്ലേ. എനിക്ക് ലാപ്പ് കിട്ടിയേ, അല്ല ബാഗ് കിട്ടിയെന്നില്ലേ, മറ്റേ കിട്ടിയെന്നില്ലേ. എനിക്കിപ്പത്തെ പ്രശ്നത്തുള്ളേ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും തന്നണോ, ഫണ്ട് എനിക്ക് എന്തെങ്കിലും തന്നണോ, എനിക്ക് തരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഞാന് ഷാഫിയാജിനെ കണ്ടതിന് ശേഷം ഫസ്റ്റ് ഓലൊന്ന് കണ്ടു, പിന്നെ ഞാനൊന്ന് കയറിയിട്ട് തന്നെ കണ്ടു. അപ്പൊ ഇറങ്ങിയപ്പോത്തിന് പിന്നെ തിരിച്ചു പോന്നപ്പോ കാറിന്ന് ഓലിഞ്ഞോട് പറയണെന്ന് വെച്ചാല്, എനിക്ക് എന്റെ അടുത്തുള്ള ഫോണ് പിന്നെ ഇവര് വാങ്ങി തന്നതാണല്ലേ. എവിടെ അപ്പൊ ഇതിനൊരു കോലത്തേക്ക് ആയാണ്. എന്താ ചെയ്യാ, സമസ്തക്ക് നേരെ വിലങ്ങായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കല്ലേ. ഇപ്പൊ ഒന്നായിട്ടൊരു ടീം ഇതാക്കുമ്പോഴേ, അതായത് ഒരു 4-5 ആൾക്കാർ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മളിപ്പോ വാതിലടിച്ചാണ്ട് പിന്നെ ചോദിച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ലല്ലോ. എല്ലാരും എന്നോട് ചോദിക്കണം എന്താ വെച്ചാൽ, നിങ്ങളെന്തിനാണ് ഫോൺ കൊടുത്തത്, നിങ്ങളെന്തിനാണ് സനത് കൊടുത്തത്, നിങ്ങളെന്തിനാ ഓലെ ചോദ്യത്തിന് നിന്നത്, നേരെ പോകുന്നൂടെ. പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ല.